2025 മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീര വർഷമായിരുന്നു. നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റുകളും ദാദാസാഹിബ് ഫാൽക്കെ അടക്കമുള്ള പുരസ്കാരങ്ങളും മോഹൻലാലിനെ തേടിയെത്തിയ വർഷം തീരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് ആ സങ്കടവാർത്ത ലാലേട്ടനെ തേടിയെത്തിയത്. മോഹൻലാലിൻ്റെ ഇത്രയും പ്രിയപ്പെട്ട ശാന്തകുമാരി അമ്മ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ലാലേട്ടനെ അങ്ങനെ മലയാളികൾ ഒരിക്കലും കണ്ടിട്ടില്ല. അത്രയ്ക്കും സങ്കടത്തോടു കൂടിയാണ് ലാലേട്ടനെ ആ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉറ്റ സുഹൃത്തായ ശ്രീനിവാസിൻ്റെ മരണ വാർത്തയും മോഹൻലാലിനെ തേടിയെത്തിയത്. അതും മോഹൻലാലിനെ വേണ്ട പോലെ ഒലിച്ചിരുന്നു. ഇരുവരും മികച്ച സിനിമകളാണ് മലയാളികൾക്ക് സമ്മാനിച്ചത്. ഉറ്റ സുഹൃത്തിനെ നഷ്ടപ്പെട്ട് ആ വേദന മാറുമ്പോൾ തന്നെയാണ് അമ്മയും ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിരിക്കുന്നത്. മോഹൻലാലിൻ്റെ അമ്മ മോഹൻലാലിൻ്റെ മാത്രം അമ്മയായിരുന്നില്ല. സിനിമാക്കാർക്കൊക്കെ ശാന്തകുമാരി അമ്മ അത്രത്തോളം പ്രിയങ്കരിയായിരുന്നു. എല്ലാ താരങ്ങളുടെയും മനസ്സിൽ ശാന്തകുമാരി എന്നാൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. അത്രത്തോളം സിനിമാ താരങ്ങളുമായി വൈകാരിക ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു അമ്മ. സിനിമാക്കാർക്കിടയിലെ എന്തൊരാവശ്യം വന്നാലും അമ്മ ഓടിയെത്താറുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് കൊടുത്ത ഗണപതി വിഗ്രഹത്തിൻ്റെ കഥ കഴിഞ്ഞ ദിവസവും സുരേഷ് ഗോപി പങ്കുവച്ചിരുന്നു. പല താരങ്ങളുമായും അമ്മ അങ്ങനെ തന്നെയായിരുന്നു. മോഹൻലാലിൻ്റെ തുടക്കകാലത്തെ എല്ലാ താരങ്ങളുമായുള്ള അമ്മയുടെ സൗഹൃദവും അത്രത്തോളം താരങ്ങളെല്ലാം ചർച്ച ചെയ്തതുമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയായ ശാന്തകുമാരി അമ്മയുടെ സഞ്ചയനം നടന്നത്. രാവിലെ 8 ചടങ്ങുകൾ ആരംഭിച്ചു. അതിനുശേഷം എന്നെ ഞാനാക്കിയ എൻ്റെ ജീവിതയാത്രയിൽ സ്നേഹവാത്സല്യം കൊണ്ടും സാമീപ്യം കൊണ്ടും എക്കാലത്തും കരുത്തായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മ വിഷ്ണുപാദം പോകി. അമ്മയുടെ വിയോഗത്തെ തുടർന്ന് എൻ്റെ ദുഃഖത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളട്ടെ. വീട്ടിലെത്തിയും ഫോൺ മുഖാന്തരവും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അനുശോചനം രേഖപ്പെടുത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം, പ്രാർത്ഥന. ഇതായിരുന്നു ലാലേട്ടൻ ശേഷം ഫേസ്ബുക്കിൽ കുറിച്ചത്. ലാലേട്ടൻ്റെ സങ്കടത്തിൽ മലയാളികൾ ഒന്നാകെ പങ്കുചേർന്നു. നിരവധി പേരാണ് ലാലേട്ടനെ വീട്ടിലെത്തിയും അനുശോചനം അറിയിച്ചത്. തിരുവനന്തപുരത്തെ മോഹൻലാൽ നടന്ന വീട്ടിലാണ് കുറച്ച് ദിവസമായി മോഹൻലാൽ താമസിക്കുന്നത്. നിരവധി താരങ്ങളാണ് ലാലേട്ടനെ കാണാൻ അങ്ങോട്ടെത്തിയത്. ചടങ്ങിന് എല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുക്കുകയും ചെയ്തു.